Hello everyone. Good evening. Highly Media Studies and Future Technologies in the webinar സീരീസിൽ ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റോണിയാണ്, റോണി ദേവസ്യ. വെൽക്കം റോണി. Roni he's a college professor and he's an animator. ഇന്നത്തെ നമ്മുടെ വിഷയം അനിമേറ്റിംഗ് ഡ്രീംസ്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. റോണി, വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. താങ്ക് യു. ഞാൻ എൻ്റെ വർക്ക്സ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ഇട്ട പേര് എങ്ങനെയായിരുന്നു, ആർട്ട് ബിയോണ്ട് ഹോബി എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ഈ പ്രസന്റേഷന്റെ ഒരു പേരായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ജസ്റ്റ് ഒരു PPT-യിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കാന്ന് ആലോചിച്ചപ്പം എൻ്റെ ലൈഫിലെ പല ഘട്ടങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ എൻ്റെ സ്കൂൾ ടൈം, NID ഡൽഹി, എൻ്റെ എക്സ്പീരിയൻസ്, IDC, പിന്നെ ഫ്രീലാൻസും, വാല്യൂ ലാബ്സ്, പിന്നെ ഇപ്പോഴത്തെ കറന്റ്ലി ഞാൻ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിൽ ആനിമേഷൻ ഫാക്കൽറ്റിയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ സ്കൂൾ ഡേയ്സ്. ഇപ്പം ഞാൻ 87 ബോണാണ്. അപ്പം ഇതൊരു 11ാമത്തെ വയസ്സിൽ ഇപ്പം നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ വരയ്ക്കുമല്ലോ. ഒരു 3 വയസ്സ്, ഒരു 2 വയസ്സ്, എപ്പോഴാണോ നമ്മൾ പെൻസിലോ ക്രയോൺസോ കയ്യിലെടുക്കുന്നത് ആ സമയം തൊട്ട് എല്ലാവരും തന്നെ വരയ്ക്കും. പക്ഷെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ എനിക്ക് വേറെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, എൻ്റെ ഫാദർ ഒരു ഡ്രോയിങ് ടീച്ചറാണ്. ആൾ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയൊരു പെയിന്ററും ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം വീട്ടിൽ എല്ലാം തന്നെ പെയിന്റിങ്സ് കൊണ്ട് ചുറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ കുറച്ച് ഇപ്പം ഒരു ആർട്ടിസ്റ്റിന്റെ സാമീപ്യം നമുക്ക് ഡെഫിനറ്റ്ലി കുറെ ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. എൻ്റെ ഇനീഷ്യൽ എക്സ്പ്ലോറേഷൻസ് ആണ്. വാട്ടർ കളർ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇപ്പോഴും ആ മീഡിയം തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് മീഡിയം. ഒക്കെ എൻ്റെ വളരെ ചെറുപ്പകാലത്തെ ഡ്രോയിങ്സ് ആണ്. ഈ ഒരു സമയത്ത് കൂടുതലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള, എൻ്റെ ഫാദർ വരയ്ക്കുന്ന പോർട്രേറ്റ് പോലെയൊക്കെ ഓയിൽ പെയിന്റ് എൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെ വാട്ടർ കളറിലേക്ക് കൊണ്ടുവരാന്നൊക്കെ ഉള്ള ചിന്തകളായിരുന്നു. വളരെ 4ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഡ്രോയിങ്സ് ആണ്. സ്കിപ്പ് ചെയ്ത് പോകാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതലും ഇതിനകത്ത് വിഷ്വൽസ് ആണ് ഉൾപ്പെടുത്തിയത്. പിന്നെ സ്കൂൾ ടൈമിൽ വേറൊരു പ്രത്യേകത, എൻ്റെ ഒരു ടൈം ബൗണ്ട് അനുസരിച്ചിട്ട് വരയ്ക്കാൻ ശീലിക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ മത്സരങ്ങൾക്കായിരുന്നു അന്ന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പം മത്സരങ്ങൾ സാധാരണ ഒരു 2 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടാറ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ്. ഇപ്പം ഫാദർ എസ്പെഷ്യലി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഗുരു ഫാദറാണ്. അപ്പം ആള് ഇപ്പൊ അവധിക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഇരുന്നിട്ട് 10 ദിവസം അവധിയാണെങ്കിൽ 10 ചിത്രം തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാസ്ക്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പല വാട്ടർ കളറും പെൻസിൽ ഡ്രോയിങ്ങും ആയിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അത് ഓയിൽ പെയിന്റിലേക്ക്, ഇതൊരു ഓയിൽ പെയിന്റിങ് ചിത്രമാണ്. ഞാനൊരു 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ ശ്രമിച്ച പെയിന്റിങ്, ഇതൊക്കെ ഓയിൽ പെയിന്റിങ് എക്സ്പ്ലോറേഷൻസ് ആണ്. ഞാൻ ഇത്രയാണ് പറഞ്ഞു പോയത് ഓയിൽ പെയിന്റിങ്ങിന്റെ ഒരു +2 എൻ്റെ കാലഘട്ടം വരെ. ഓക്കെ, അപ്പം വീണ്ടും കോമ്പറ്റീഷൻ ടൈമുകളായിരുന്നു. അപ്പൊ അത്യാവശ്യം നമുക്ക് അച്ചീവ്മെന്റ്സ് ഒക്കെ ആ ഒരു സമയത്തും നേടാൻ പറ്റിയിരുന്നു. അന്നത്തെ കാലത്ത് ചില ചിത്ര കട്ടിങ്ങുകളും, അന്ന് ഫേസ്ബുക്ക് ഒന്നും ഇല്ലല്ലോ, ഇതൊക്കെയാണ് ഇന്ന് ഒരു ഓർമ്മകൾ. അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്ട്രീമിലേക്ക് പോകണം എന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, ഒരു ഡിസൈനിങ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഫൈൻ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണം. അപ്പം ഞാൻ NID ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി, അതിനകത്ത് പാസ്സാവാൻ പറ്റി. അപ്പം അങ്ങനെയാണ് ഞാൻ NID-യിലേക്ക് എത്തുന്നത്. NID എക്സാമിനൊക്കെ എൻ്റെ ഈ ഒരു ട്രെയിനിങ് കുറെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ മത്സരങ്ങൾക്കായിട്ട് 2 മണിക്കൂർ ലേക്ക് പെട്ടെന്ന് ഒരു കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരയ്ക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ NID എക്സാമിന് അത് കുറേയും കൂടെ എനിക്ക് ടൈം ബൗണ്ട് ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തു. NID-യിലേക്ക് വന്നതിന് ശേഷം കുറേയും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു
അപ്രോച്ചിലേക്കാണ് പോയത്. ഇതൊക്കെ NID-യിൽ എൻ്റെ ക്ലാസ് റൂം പ്രൊജക്ടിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ചില ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെയാണ്. അപ്പോഴും എന്നെ സംബന്ധിച്ച് ആനിമേഷൻ എന്നുള്ളത് വലിയൊരു പാഷനായിട്ട് വന്നിരുന്നോ എന്ന് തന്നെ എനിക്കറിയില്ല. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോയിങ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിലൂടെ എങ്ങനെ ഒരു സ്റ്റോറി പറയാം എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് വർക്ക് ചെയ്തത്. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് എന്നെയും കൂടുതൽ ആനിമേഷനിലേക്ക് ആകർഷിച്ചത് എൻ്റെ പെയിന്റിങ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് കാണാനുള്ള ഒരു കൗതുകമുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ് റൂം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരച്ച വാട്ടർ കളർ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സും പിന്നെ NID ടൈം വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ടൈമും കൂടിയായിരുന്നു. ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്, ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വളരെ പ്ലസ് ടു വരെ നമ്മൾ കേരളത്തിൽ എൻ്റെ സ്കൂളും തൊട്ടടുത്തായിരുന്നു. അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചു പോയത് ഞാൻ പെട്ടെന്ന് ഒരു സ്പേസിലേക്ക് വേറെ സ്പേസിലേക്ക് പോകുമായിരുന്നു. കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറെ നൊസ്റ്റാൾജിയൊക്കെ കടന്നു വരും. ഇപ്പം ഗുജറാത്തിൽ ഇരുന്നിട്ട് നമ്മൾ കേരളത്തെ വരയ്ക്കുമ്പോൾ കൂടുതൽ പച്ചപ്പൊക്കെ വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ പിന്നെ കുറെ ഈ നറേറ്റീവ് എങ്ങനെയാണ് നമ്മളൊരു പെയിന്റിംഗ് എന്നുള്ള ലെവലിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ നമുക്ക് ഇമേജസും ടെക്സ്റ്റും കൂടെ ഒരുമിച്ച് ഇതൊക്കെ NID-ന്ന് ചെയ്യുന്ന അസൈൻമെന്റ്സ് ആണ്. ഈ ബ്ലഡിന്റെ കളിയൊക്കെ അന്നത്തെ 300 ഒക്കെ ഇറങ്ങിയ ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ചില ഇമേജസ് ഒക്കെ വരുന്നത്. പിന്നെ കുറച്ചും കൂടെ ഒരു പെയിന്റിങ് ജസ്റ്റ് ബ്യൂട്ടി മാത്രമല്ല, നമുക്ക് നമ്മളുടെ കൂടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് വളരെ ഒരു ഷോക്കേസിൽ വെക്കേണ്ട ഒരു ഷോക്കേസ് അല്ലാതെ തന്നെ നമുക്ക് പെയിന്റിങ്സ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതി ഡിഫറെന്റ് മീഡിയംസ് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇമേജസും യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ NID-യിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ കുറേം കൂടെ വായിക്കാനും NID തുടക്കത്തിൽ തന്നെ വായനയൊക്കെ ഉണ്ടായിരുന്നു. കുറേം കൂടി ഒരു അന്നത്തെ കാലത്തൊരു ഇതായിരിക്കും തോന്നുന്നു ഈ ഒരു ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റിനോടുള്ള ചില താല്പര്യങ്ങളും നമ്മൾ വല്ലാതെ കടന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യും. ലോകം എങ്ങനെ മാറ്റാം, ആശയങ്ങളൊക്കെ. അപ്പം അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കുറച്ച് ചായ്വ് കൂടുതലുണ്ടായിരുന്നു. പ്രാക്ടിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ ആശയപരമായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസും എല്ലാം തന്നെ പെയിന്റിങ്സിൽ വന്നു. കൂടുതൽ പെയിന്റിങ്സ് എന്നുള്ള ലെവലിൽ മാറി കുറച്ച് ഇല്ലസ്ട്രേഷൻ എന്നുള്ള ലെവലിലേക്ക് റിയലിസ്റ്റിക് ഇമേജ് ആണെങ്കിലും അത് കൂട്ടി വെച്ച ഒരു കൊളാഷ് പോലെ ചെയ്യുക, കൂടുതൽ എക്സ്പ്രസീവ് ആവുമെന്നുള്ള കുറച്ച് ആശയങ്ങളാണ്. ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് NID-യുടെ അവസാനത്തേക്ക്. പിന്നെ NID കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. മുംബൈ ആയിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ സെലക്ട് ചെയ്തൊരു സിറ്റി. മുംബൈ ഈ പറയുന്ന പോലെ ഇത് അഹമ്മദാബാദ് ഏകദേശം ഒന്ന് കംഫർട്ടബിൾ ആയി വരികയായിരുന്നു. 4 വർഷം NID കഴിഞ്ഞു. അപ്പം അവിടെ നിന്നായി വരുമ്പോഴേക്കാണ് ഞാൻ പിന്നെയാണ് ജോലി സാധ്യത തേടിയിട്ട് മുംബൈയിലേക്ക് എത്തുന്നത്. മുംബൈ വലിയൊരു സിറ്റി, എൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് തീരെ ഒത്തുപോകുന്നില്ലായിരുന്നു. അവിടെ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത് രാംമോഹൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ്, ഗ്രാഫിറ്റി മൾട്ടിമീഡിയ എന്ന് പറഞ്ഞിട്ട്. അവിടെ 3 സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാനും ഒരാളായിട്ട് അവിടെ ജോയിൻ ചെയ്യാണ്. ആദ്യം ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്ത് കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇത് വിദേശത്തുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, സൗത്ത് ആഫ്രിക്ക എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വലിയ കുഴപ്പമില്ലാതെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടേതായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്യുക. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്പനി വർക്ക് കഴിഞ്ഞിട്ട് രാവിലെ പോയി വൈകുന്നേരം കഴിഞ്ഞിട്ട് എക്സ്ട്രാ സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഇതുപോലുള്ള പെയിന്റിങ്സ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ വീണ്ടും മുംബൈയിലേക്ക് എത്തിയ സമയത്ത് പച്ചപ്പൊന്നും കാണുന്നില്ല. അപ്പം വീണ്ടും നമ്മുടെ പെയിന്റിങ്സിലേക്ക് വളരെ ഡാർക്ക് ആയിട്ടുള്ള കളർ ടോൺസ് ഒക്കെ വരികയാണ്. തെരുവിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്ന പല ഇമേജസും നമ്മുടെ പെയിന്റിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. പോർട്രേറ്റ് സ്റ്റഡികളും പലതരത്തിലുള്ള എക്സ്പെരിമെന്റും ഡിഫറെന്റ് മീഡിയംസ് യൂസ് ചെയ്യുന്നതും എല്ലാം തന്നെ ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ തെരുവിൽ കാണുന്ന മുംബൈയില് ഫുട്പാത്തിലൊക്കെ രാത്രി നടക്കുമ്പോൾ കാണുന്ന പല ഇമേജസുമാണ് നമ്മളിത് പെയിന്റിങ്ങിനായിട്ട് റെഫറൻസിന് യൂസ് ചെയ്തിരുന്നത്. വീണ്ടും നമ്മുടെ ഈ ഒരു ഇമേജിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ എക്സ്റ്റൻസീവ് ആയിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അന്ന് എൻഡോസൾഫാൻ വിക്ടിംസിന് ബേസ് ചെയ്തിട്ടൊക്കെ ഒരു സ്റ്റഡിയൊക്കെ അവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസും എല്ലാം തന്നെ പെയിന്റിങ്സിൽ കാണാൻ പറ്റും.
ഈ ഒരു പെയിന്റിങ് എസ്പെഷ്യലി ഇതിനകത്ത് ഇവര് ശരിക്കും ഒരു കുട്ടിയാണ്, പക്ഷെ ഈ എൻഡോസൾഫാന്റെ എഫക്റ്റ് മൂലം അവര് അങ്ങനെ ഒരു മൃതപ്രായരായി പോകുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെയുള്ള ഇമേജസ് കുറച്ചും കൂടെ എന്റെ മനസ്സിലുള്ള ഡിസ്റ്റർബൻസുകളാണ് ശരിക്കും ഈ സമയത്ത് പെയിന്റിംഗ് ആയിട്ട് പുറത്തു വരുന്നത്. ഇതും ഫുട്പാത്തിലൊക്കെ കാണുന്ന ഇമേജസ് തന്നെയാണ്. വീണ്ടും പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് മാറുന്നില്ല. ആ സമയത്ത് ജസ്റ്റ് ഒരു ഗ്രാഫിക് നോവൽ പോലെയൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. കോൺസെപ്റ്റുകളൊക്കെ ഈ പെസ്റ്റിസൈഡും അതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില ആശയങ്ങളാണ്. ഇതിനകത്തും അക്രിലിക് കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ, അക്രിലിക് പെയിന്റ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അതങ്ങനെ നീണ്ടുപോയില്ല, കാരണം പലതരം തിരക്കുകൾ കാരണം 2-3 പേജസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇത് നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പതുക്കെ മുംബൈ മടുത്തു തുടങ്ങി. ഞാന് നാട്ടിലേക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പോവാൻ, മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു സമയത്താണ് നമുക്ക് അവസരം കിട്ടുന്നത്. ബ്ലാഫ്റ്റ് പബ്ലിക്കേഷൻസ് ഒരു ഗ്രാഫിക് ആന്തോളജി ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. ഒരു 20ഓളം ആർട്ടിസ്റ്റിന്റെ കൊളാബറേഷൻ ആയിരുന്നു. അവിടെ എനിക്കൊരു 20 പേജസ് അവർ അലോട്ട് ചെയ്തിരുന്നു. എനിക്കിഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു ഓഫറായിരുന്നു. അപ്പൊ ഞാനത് സെലക്ട് ചെയ്തത് എന്റെ കാലിക്കറ്റിലെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, ഓൾഡ് ഏജ് ഹോം. അവിടെ പോയിട്ട് 2-3 പേരെ സ്റ്റഡി നടത്തി അവരുടെ വിവരണങ്ങളൊക്കെ ആയിട്ടൊരു ഗ്രാഫിക് നറേറ്റീവ് ആണ് ബുക്കിൽ ചെയ്തത്. ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ ചാരുവി ഡിസൈൻ ലാബ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ അവിടെ ഞാൻ ആർട്ട് ഡയറക്ടർ ആയിട്ടായിരുന്നു എൻ്റെ പൊസിഷൻ. അവിടെ അവര് ഇപ്പോഴും കണ്ടിന്യൂ ആ സമയത്ത് അവരൊരു 3 വർഷമായിട്ട് ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്യുന്നു, ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു പ്രൊജക്ട് ആയിട്ട് സ്റ്റുഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ അതിനകത്തേക്ക് ഭാഗമായിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് ആനിമേഷനിൽ മാത്രമല്ല, ഈ വുഡൻ പാനൽസ് എല്ലാം തന്നെ ഞാൻ പെയിന്റ് ചെയ്തതാണ്. അതുപോലുള്ള വർക്കുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ചില ഷോട്ടുകളിൽ നമ്മളെ വാൾ പെയിന്റിങ്, കേരള മ്യൂറൽ വാൾ പെയിന്റിങ്ങുകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു സീനുകൾ മൊത്തം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ആർട്ട് വർക്കുകൾ വെച്ചിട്ടാണ്. ഇതൊക്കെ നമുക്കൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അന്ന് കിട്ടിയ ചില ഇമേജസ് ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഇപ്പോഴും അവർ ആ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിസ്നി പ്ലസിലൊക്കെ ഹനുമാൻ സ്റ്റോറീസ് ആ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തൊരു സീരീസ്. അവിടെ കിട്ടിയ വേറൊരു അവസരമായിരുന്നു അവരുടെ തന്നെ ചാരുവി ഡിസൈൻ ലാബ്സിന്റെ ലോഗോ വേറെ രീതിയിൽ ആനിമേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇത് നമ്മുടെ എൻറ്റയർ ലോഗോ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തത് സ്റ്റോപ്പ് മോഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഓരോ ഗ്രെയിൻസ് ആണ്, അതായത് അരിയാണ്, ദാല്, ജീരകം, രാജ്മ, അതുപോലെയുള്ള ഇമേജസ്, ഇതുപോലുള്ള ഗ്രെയിൻസ് വെച്ചിട്ടാണ് ഓരോ ഇമേജും ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ആനിമേഷൻസ് ഞാൻ അവസാനം കാണിക്കാന്ന് വിചാരിക്കുകയാണ്. ഇമേജസിലൂടെ ഒന്ന് കണ്ടു സ്റ്റോറി ബോർഡും അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ബീഡ്സിലാണ് ഈ ഒരു ലോഗോ ചെന്നെത്തുന്നത്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഞാൻ പതുക്കെ ഡാർക്ക് മോഡ് എന്നൊക്കെ മാറി പതുക്കെ ചിൽഡ്രൻസ് ബുക്ക് ഇല്ലസ്ട്രേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയൊരു സമയം കൂടിയാണ് ഡൽഹിയിലെ ആ ഒരു സമയം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിന്റെ ഇമേജസ് പുറകെ വരുന്നുണ്ട്. ഞാനിത് കണ്ടിന്യൂറ്റിക്ക് മാറ്റം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് IDCയിലേക്ക് പോവാം. അപ്പൊ വീണ്ടും കുറച്ചു കാലം നമ്മൾ ഫ്രീലാൻസ് ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു അക്കാഡമിക് എൻവയോൺമെന്റിലേക്ക് ഒന്ന് തിരിച്ചു പോകണമെന്നില്ല. അങ്ങനെ വിചാരത്തിലാണ് ഒരു PG എടുത്താൽ കൊള്ളാമെന്ന് തോന്നിയത്. IDC സീഡ് എക്സാം എഴുതി, കോമൺ എൻട്രൻസ് എക്സാം ഇൻ ഡിസൈൻ. അങ്ങനെ അതിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. മുംബൈ IITയിലാണ് ഞാൻ IITയിലുള്ള IDC ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെന്ററിലാണ് എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയത്. അവിടെയും ഇതുപോലെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ NIDയും IDCയും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നിയത്, NIDയുടെ ഒരു സമയത്ത് ഞാൻ കൂടുതലായിട്ടും കുറെ പേടികളായിരുന്നു. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും കുറെ ആൾക്കാർ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നറിയില്ല. നമ്മളൊരു ഫ്രീ ആവാത്ത പോലെ ഇത് ചെയ്താൽ ശരിയാവും,
അതുപോലുള്ള കുറെ ചോദ്യങ്ങളായിരുന്നു NID. അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും NID തീർന്നിട്ടുണ്ട് അവിടുത്തെ പഠനം. പക്ഷെ IDCയിൽ എത്തുമ്പോൾ എനിക്ക് കുറേം കൂടെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. 2 വർഷം കൃത്യമായിട്ട് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള പദ്ധതിയിലാണ് എത്തുന്നത്. അപ്പൊ അവിടുത്തെ എക്സ്പ്ലോറേഷൻസും ഫാക്കൽറ്റീസും നീന സർനാന്റെയും സിൽവർ ആൻഡേഴ്സും അതുപോലുള്ള ആൾക്കാരെ കൂടുതൽ പരിചയപ്പെടാനൊക്കെ എനിക്ക് അവസരം കിട്ടുന്നത് IIT യിൽ. ഇതൊക്കെ അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില പ്രൊജക്ടുകളാണ്. ഇതൊക്കെ ഇത് ഞാൻ കാണിക്കാം അവസാനത്തിൽ. പിന്നെ അവിടെ കിട്ടിയ വേറൊരു അവസരമാണ് എനിക്ക് മുംബൈ ഹാംബർഗ് വീക്ക് എന്ന് പറഞ്ഞത്. അവിടെ ജർമ്മനിയിൽ വെച്ചിട്ട് ഒരു 1 വീക്ക് ഒരു എക്സിബിഷൻ, അതിനുവേണ്ടി 2 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തതിൽ ഞാനും വേറൊരു കുട്ടി, അപർണ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് സെലക്ട് ആയത്. രണ്ടുപേരും കുറെ നീന സബ്നാനി ആയിരുന്നു ഞങ്ങളെ ഗൈഡ്. ഒരുമിച്ചായിരുന്നു ഒരു വീക്ക് അവിടെ സ്പെൻഡ് ചെയ്തത്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. എന്റെ ഫൈനൽ IDCയിലെ പ്രൊജക്ടിന്റെ പേര് കാർലപ്പൊന്ന എന്നാണ്. ഞാൻ ഇതിന്റെ പ്രോസസ് ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി നമ്മൾ ഒരു സെഷൻ, ബൽറാമിന്റെ സെഷനിൽ ഇതിന്റെ പ്രോസസ്സും എങ്ങനെയൊക്കെയാണ് ഇനീഷ്യൽ സ്കെച്ചസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിരുന്നു. ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഇനീഷ്യൽ സ്കെച്ചസും ഒക്കെ കാണിക്കാൻ ഉദ്ദേശിച്ചു. മൂവീസ് എന്റെ അനിമേഷൻ അവസാനത്തിൽ കാണിക്കാം. കളർ സ്റ്റഡിയും അതിന്റെ മൂഡ് ക്രിയേഷനും ഒക്കെ ആയിട്ട് വീണ്ടും ആ ഒരു പെയിന്റിങ്സ് ചലിക്കുന്ന ഒരു രീതിയിലേക്ക് ഇമേജസിനെ എങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പുറകിലും ഉള്ളത് കൂടുതലായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്തത് പറയാൻ NID IDC. പിന്നെ കൂടുതലും ഫ്രീലാൻസ് വർക്ക്സ് ആണ് എൻ്റെ ഒരു മേജർ പോർഷൻസ് എന്ന് പറയാം. അതിനകത്ത് തന്നെ കൂടുതലും ഇല്ലസ്ട്രേഷൻ വർക്ക്സ് ആണ് എനിക്ക് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ആനിമേഷൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നത് കുറവായിരുന്നു. ആ ഒരു ടൈം സ്ലോട്ടിൽ ഞാൻ ഒരു ടീമായിട്ടല്ല വർക്ക് ചെയ്തിരുന്നത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് അങ്ങനെയുള്ള ചെറിയ പ്രൊജക്റ്റുകളായിരുന്നു എടുക്കുന്നത്. എൻ്റെ ഇല്ലസ്ട്രേഷൻസ് ഇതുപോലെയായിരുന്നു. ചിലത് ഹിന്ദി പബ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടാണ് കൂടുതലും വർക്ക് ചെയ്തത്. ഇതൊക്കെ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ്. ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് TBS, പൂർണ്ണ പബ്ലിക്കേഷൻസ് കാലിക്കറ്റ്, പിന്നെ DC ബുക്സ് കോട്ടയം, മാതൃഭൂമി കാലിക്കറ്റ്, ഇവരൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇത് എസ്പെഷ്യലി TBSന് വേണ്ടി വർക്ക് ചെയ്ത ഇനീഷ്യൽ ആയിട്ട് ഇല്ലസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. DC ബുക്സിന് വേണ്ടി ഞാൻ കഴിയുന്നതും ആ ഒരു ടെക്സ്റ്റിനനുസരിച്ച് എൻ്റെ വരകളും മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നടത്താറുണ്ട്. എല്ലാം ഒരുപോലെ വേണമെന്നില്ല. അത് ഞാൻ എനിക്ക് തന്നെ ഒരു ചെറിയൊരു ചലഞ്ച് പോലെ കൊടുക്കുന്നതാണ്. ഇനീഷ്യലായിട്ട് നമുക്ക് DC ബുക്സിന് വേണ്ടി ചേക്കുട്ടി നമ്മുടെ പ്രളയം കഴിഞ്ഞതിന് ശേഷം റൈറ്റർ സേതു സാർ എഴുതിയൊരു കഥയ്ക്ക് വേണ്ടിയുള്ള ചേക്കുട്ടി പാവയെ ബേസ് ചെയ്തിട്ട് എഴുതിയ കഥയ്ക്ക് വേണ്ടി ചെയ്ത ചില ഇല്ലസ്ട്രേഷൻസ്. ഇതിനകത്താണെങ്കിലും എൻ്റെ വാട്ടർ കളറും ഡിജിറ്റൽ പ്ലസ് ഒരു ട്രഡീഷണൽ മീഡിയംസ് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് കൂടുതലും ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള പോലെ തോന്നിയത്. അപ്പൊ ഇത് പിന്നെ DC ബുക്സിന്റെ ജംഗിൾ ബുക്ക്, അതിന്റെ എൻറ്റയർ സ്റ്റോറി എനിക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ ഇമേജസ് ആണ്. ഇതിനകത്താണ് ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം തന്നെ വാട്ടർ കളർ വാഷ് ആണ്. ക്യാരക്ടേഴ്സ് ഡിജിറ്റലാണ്. ബാക്കിയുള്ള ചില ടെക്സ്റ്റേഴ്സ് ബ്രഷസ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. റോബിൻ ഹുഡ് അവരാണെങ്കിലും പറയാം ഇംഗ്ലീഷ് രീതിയിൽ അവിടുത്തെ പശ്ചാത്തലത്തിലുള്ള സ്റ്റോറിയാണ്. അവരുടെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയായിരിക്കണം, കളേഴ്സ് കുറെയൊക്കെ അതൊക്കെ റെഫറൻസ് ചെയ്യും ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. ഇത് ഒരു വ്യത്യസ്തമായിട്ട് ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ട്രൈബൽ സ്റ്റോറീസ് ആൻഡ് വരയ്ക്കാനുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്പ്ലോറേഷൻ നടത്തി നോക്കിയത്. വലിയൊരു പ്രകൃതിയും ചെറിയ മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. ഇതും ഇതുപോലെ ട്രൈബൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ. കുറെ ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ഞാൻ ചില സാമ്പിൾസ് മാത്രമാണ് എടുത്തത്. ഇതിനകത്താണ് ഇങ്ക് വാഷും ഇങ്ക് ലൈൻസും അവസാനം പേന കൊണ്ട് വരയ്ക്കുന്ന രീതിയിലുള്ള ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻ പുറകില് നമ്മൾ ടെക്സ്റ്റർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുട്ടികൾക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും
പല രീതിയിലൊക്കെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിന്റെ മുകളിൽ അവസാനം ചെറിയ ഡിജിറ്റൽ കൊണ്ട് ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പൊ ഈ കണ്ണിന്റെ ഡീറ്റെയിൽസും അതുപോലെയൊക്കെ ഉള്ളത് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. കുട്ടികൾ വരയ്ക്കുമ്പോഴും അവരങ്ങനെ ഇതിന്റെ ഫൈനൽ ഔട്ട്കം ഒന്നും നോക്കാറില്ല, എൻജോയ്മെന്റിനാണ്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കുമ്പോഴും കുറച്ച് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഹാൻഡ്സ് ഒക്കെ സ്ലൈഡ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ വരും. അപ്പൊ അത് എൻജോയ് തളിര് കുരുന്നില എന്നൊക്കെ പറയുന്ന സീരീസിന് വേണ്ടി ചെയ്ത വോയിസാണ്. ഇതും പോയംസ്, കുട്ടിക്കവിതകൾക്കും എല്ലാത്തിനും ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ആണെങ്കിലും അതിന്റെ കൂടുതൽ ടെക്സ്റ്റേഴ്സ് ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതൽ ഇലസ്ട്രേഷൻസ് നടത്താറുള്ളത്. പിന്നെ ഇത് വീണ്ടും ചില സമയത്ത് നമ്മളുടെ ബൈബിൾ സ്റ്റോറി കഥകൾ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. ആദ്യം കണ്ട ചില ബൈബിൾ സ്റ്റോറീസിന് വ്യത്യസ്തമായിട്ട് ഇപ്പം വീണ്ടും വേറൊരു പബ്ലിഷർ ആയിരിക്കും വരിക. ഇത് മാതൃഭൂമിക്ക് വേണ്ടി ചെയ്തതാണ്. ആദ്യം ചെയ്ത ബൈബിൾ സ്റ്റോറീസ് DC ബുക്സിനായിരുന്നു. അപ്പൊ അങ്ങനെ എന്തൊരു മാറ്റം വരുത്താം ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ നടത്താറുണ്ട്. ഇത് ഡിജിറ്റൽ അല്ല, ഇത് വാട്ടർ കളർ ബേസ് ചെയ്തിട്ടുള്ള ഇലസ്ട്രേഷൻ. വീണ്ടും ഈസോപ്പ് കഥകൾ അടുത്തൊരു പബ്ലിക്കേഴ്സ് എനിക്ക് കേരളത്തിലുള്ള ചിൽഡ്രൻസ് ബുക്ക് ലിറ്ററേച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവരുടെ വർക്ക്സ് ആണ്. ഈസോപ്പ് ഫേബിൾസിലെ ചില ക്യാരക്ടേഴ്സ് കുറെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പെൻസിലും വാട്ടർ കളറുമാണ് പ്രധാനപ്പെട്ട യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനം ഹൈലൈറ്റിനായിട്ട് ചില ഡിജിറ്റലായിട്ട് ടച്ചപ്പും കൊടുത്തിട്ടുണ്ട്. ഇലസ്ട്രേഷൻസ് വീണ്ടും ഓയിൽ പേസ്റ്റൽസും അക്രിലിക് ഒക്കെ വെച്ചിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ്. ഞാൻ ജസ്റ്റ് വാട്ടർ കളർ ഇലസ്ട്രേഷൻ. എസ്പെഷ്യലി ഈ രണ്ടാമത് കാണുന്ന ഈ ഇമേജ് ഞാൻ കട്ട് കിഡ് എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഒരു കുട്ടിക്ക് ഒരു സിസേഴ്സ് കത്രിക കിട്ടുന്നതാണ്. അപ്പൊ ആ കുട്ടി എന്തിനെ കാണുന്നത് അതിനെയൊക്കെ വെട്ടി വെട്ടി ഷേപ്പിലേക്ക് ആക്കും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി വന്ന സമയത്ത് എങ്ങനെയൊക്കെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഇലസ്ട്രേഷൻ ചെയ്യാൻ വിചാരിക്കുന്നതാണ് നമ്മൾ ആ പേപ്പർ കട്ട് വെച്ചിട്ട് തന്നെ ഇമേജസ് ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പൊ ഞാനിതെല്ലാം ഈ വെട്ടി വെട്ടി ഒട്ടിച്ചാണ് ഈ ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. അവസാനം പറയുന്ന പോലെ ചെറിയ ഡീറ്റെയിൽസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ ഡിജിറ്റലായിട്ട് ചെറിയ മാനിപ്പുലേഷൻസ് നടത്തി. പക്ഷെ പൊതുവെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ കാണാൻ പറ്റും. ചെറിയ ചെറിയ കട്ടൗട്ട് പോലെയാണ് ഇമേജസ് എല്ലാം. വീണ്ടും അത് ഈ പബ്ലിഷേഴ്സിന് വേണ്ടി വരയ്ക്കുന്നു. മീനുകുട്ടിയുടെ ലോകം കവർ ഇലസ്ട്രേഷൻ കൂടിയായിരുന്നു. ഇത്രയായിരുന്നു കൂടുതലും കുട്ടികൾക്കായിട്ട് സ്പെസിഫിക്കലി നമ്മളൊരു ടീനേജ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഇത്തരത്തിലുള്ള ഇലസ്ട്രേഷൻസ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ പതുക്കെ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള നോവലുകൾക്കൊക്കെ ഇത് എസ്പെഷ്യലി ഈ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് ജയമോഹന്റെ മിണ്ടാ ചെന്നായി എന്ന് പറഞ്ഞ നോവലിന് വേണ്ടിയിട്ട് ചെറിയൊരു നോവലാണ്. ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. അതിനകത്ത് എങ്ങനെ വ്യത്യസ്തത കണ്ടെത്താൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ്, കാർഡിന്റെ വന്യതയൊക്കെ അതിനകത്ത് വരണം എന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സും എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് തോന്നി. കാരണം ഇത്രയും കാലം മാതൃഭൂമിയൊക്കെ വീക്കിലി വായിച്ചുകൊണ്ടിരുന്ന ഒരു വായനക്കാരൻ പെട്ടെന്ന് അവരൊരു ഓഫർ തന്നെയാണ് എനിക്ക് സ്റ്റോറി ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. രഘുനാഥ് പല്ലേരി സാറിന്റെ സ്റ്റോറി ആയിരുന്നു. അതിന് ഇല്ലസ്ട്രേഷൻ ചെയ്യാനായിട്ടാണ് എനിക്ക് അവസരം. മാതൃഭൂമി വീക്കിലിക്ക് വേണ്ടി ഞാൻ ആദ്യം ചെയ്തൊരു ഇല്ലസ്ട്രേഷൻ ഇതാണ്. ഈ പേജിന്റെ ഈ ഭാഗത്ത് ടെക്സ്റ്റ് വരേണ്ടതുകൊണ്ടാണ് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത്. അതേ ഇല്ലസ്ട്രേഷൻ തന്നെ വേറെ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ വീക്കിലിയിൽ വന്നത് ഈ ഒരു ഇല്ലസ്ട്രേഷനാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊളാബറേഷൻസ് നടത്താറുണ്ട് മാതൃഭൂമി വീക്കിലിയിൽ. എന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ജനാഫ്രസ് എന്ന് പറയുന്നത് ഹിന്ദുമേനന്റെ നോവലായിരുന്നു. അത് ഇല്ലസ്ട്രേറ്റ് കുറേയും കൂടെ കുറച്ചും കൂടെ ഫാന്റസിക്കൊക്കെ സാധ്യതയുള്ള ഇല്ലസ്ട്രേഷൻസ് ആണ്. ഫ്ലൂയിഡ് ആയിട്ടുള്ള അക്രിലിക്കും പിന്നെ അതിന്റെ മുകളിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ചില ഫിനിഷിംഗ് ടച്ചസും ആണ് ഇത്തരം ഇല്ലസ്ട്രേഷൻ യൂസ് ചെയ്യുന്നത്.
ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റോറിക്ക് ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇലസ്ട്രേഷൻസ്. ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന സമയത്ത് അവർ ലേ ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇമേജസ് ചെറുതാക്കിയൊക്കെ കാണും. അപ്പം ഇത്രയും വലുതായിട്ടായിരിക്കില്ല ബുക്ക് കയ്യിലുള്ള ആൾക്കാർ ഇതൊക്കെ അവർക്ക് വേണ്ടി മാതൃഭൂമി വീക്കിലേക്ക് വേണ്ടി ചെയ്ത ഇലസ്ട്രേഷൻസ്. അപ്പം ഈ പറഞ്ഞ ഓരോ കഥയ്ക്കും ഓരോ രീതിയിലുള്ള എക്സ്പ്ലോറേഷൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് മാതൃഭൂമിയുടെ വീക്കിലിയില് വാരാന്ത പതിപ്പിന് വരയ്ക്കാനുള്ളത് കൊറോണ കാലത്ത് ഉള്ളൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ കിട്ടിയിരുന്നു. ഇലസ്ട്രേഷൻ പിന്നെ കവർ ഡിസൈൻസ് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാണ്. മിക്കവാറും ഇലസ്ട്രേഷൻസും നമ്മളുടെ കവറും കൂടെ ഒരുമിച്ച് ചെയ്യാനായിരിക്കും കൂടുതൽ. ഇത് നമ്മളെ യുറൈക്ക മാഗസിൻ കുട്ടികൾക്കുള്ള വീക്കിലേക്ക് വേണ്ടിയിട്ട് മാഗസൈന് വേണ്ടി ചെയ്ത 2 കവേഴ്സാണ്. അപ്പോഴത്തേക്ക് എനിക്ക് 2 കുട്ടികളായിരുന്നു. അവരെ പതുക്കെ എനിക്ക് ഫ്രീഡം കിട്ടുമ്പോൾ ഞാൻ അവരെ 2 ക്യാരക്ടേഴ്സ് ആയിട്ട് അവതരിപ്പിക്കാറുണ്ട്. മിണ്ടാച്ചെന്ന ജയമോഹന്റെ ബുക്കിന് വേണ്ടിയുള്ള കവറും ഞാനായിരുന്നു ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ഒരു കവർ ഇലസ്ട്രേഷൻ. പിന്നെ ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സർവൈവലിന്റെ ഭാഗം കൂടെയാണ് ഇലസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക്. അപ്പം ഇതുപോലുള്ള കോമിക് സ്ട്രിപ്സും ഒക്കെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ടൈം ഫേവറേറ്റ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എൻ്റെ പെയിന്റിങ്സ്. അത് എസ്പെഷ്യലി വാട്ടർ കളറാണ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീഡിയം. അതിനകത്ത് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. ഇപ്പം യൂട്യൂബ് ഒക്കെ ട്യൂട്ടോറിയൽസ് നന്നായിട്ട് അവൈലബിൾ ആണ്. ഞാൻ മാസ്റ്റേഴ്സിന്റെ വർക്ക്സ് നോക്കി പല ടെക്നിക്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കൊക്കെ ചെയ്യാറുണ്ട്. പെയിന്റിങ്സ് വരയ്ക്ക് അത് ഇടയ്ക്ക് വിൽപ്പന നടക്കാറുണ്ട്. ഇതൊരു വരുമാനം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ളവരൊക്കെയാണ്. കാരണം ചില പ്രൊജക്ടുകൾ ആനിമേഷൻ പ്രൊജക്റ്റ് ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് എന്നൊക്കെ ഒഴിവാകാനായിട്ട് നമുക്ക് വെറും വാട്ടർ കളർ പെയിന്റിങ് ചെയ്യണം. വാട്ടർ കളറിന്റെ ഇത് ഞാൻ അക്രിലിക്കില് കുറച്ച് വലുതായിട്ട് ചെയ്തൊരു 4x3 ഫീറ്റ് അക്രിലിക് പെയിന്റിംഗ് ആണ്. വീണ്ടും എൻ്റെതായിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് കൂടുതലായിട്ടും ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അക്രിലിക്കിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു വാൾ പെയിന്റിങ് ചെയ്യാനായിട്ട് ഒരു കഫേക്ക് വേണ്ടി ചെയ്തൊരു വാൾ പെയിന്റിംഗ് ആണ്. ഇത് അക്രിലിക്കിൽ ചെയ്തൊരു വർക്കായിരുന്നു. അതെനിക്ക് വലിയൊരു ഹെൽപ്പായി. കാരണം അടുത്ത പ്രോജക്റ്റ് കുറച്ച് വലിയൊരു പ്രോജക്റ്റ് എനിക്ക് കിട്ടി. അത് ഒരു കിൻഡർ ഗാർഡൻ, 3 നിലയുള്ള ഒരു കിൻഡർ ഗാർഡൻ ആയിരുന്നു. അത് 3 നിലയും നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നൊരു ടാസ്ക്. അത് ട്രിവാൻഡ്രത്ത് നവജീവൻ സ്കൂൾ കിൻഡർ ഗാർഡൻ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഓരോ ക്ലാസ് റൂമിൽ ഏകദേശം 16ഓളം ക്ലാസ് റൂംസ് ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ് റൂമിനും ഓരോ തീമായിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഫോട്ടോസ് വളരെ ക്രൂഡാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവധിക്കാലമാണ്. ബെഞ്ചും ഡെസ്കും കൃത്യമായിട്ട് ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ നല്ലൊരു ഫോട്ടോ എടുത്ത് എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എടുത്ത ചില ഫോട്ടോസ് ആണ് എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ സ്കെയിൽ ഏകദേശം ഒരു 3 മാസത്തെ വർക്ക് ആയിരുന്നു ഞാൻ അവിടെ താമസിച്ച് വർക്ക് ചെയ്യുന്ന അവസ്ഥയിലായി. എന്റെ പെയിന്റിങ്സ് ജസ്റ്റ് ഒരു വീട്ടിലിരുന്ന് ചെയ്യുന്നതല്ലാതെ പെയിന്റിങ് വർക്ക്ഷോപ്സും ഞാൻ പതുക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റീസെന്റ് ആയിട്ട് ഒരു കഴിഞ്ഞ അവധിക്ക് ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് ഞാനും എൻ്റെ ഫാദറും കൂടെ, അപ്പം ആദ്യത്തെ ഇമേജിൽ കാണുന്ന എൻ്റെ ഫാദറാണ്, ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് അക്രിലിക്കും വാട്ടർ കളറും ഒരുമിച്ചൊരു വർക്ക്ഷോപ്പ് അക്വാറിലിക്സ് എന്നുള്ള പേരിൽ നടത്തുകയുണ്ടായി. അതിന്റെ 2 ഇമേജസ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇലസ്ട്രേഷൻ ജേണി എന്നുള്ള രീതിയിൽ എനിക്ക് ജസ്റ്റ് കാണിക്കാനുണ്ടായിരുന്നത്. ഇനിയിപ്പം ഞാൻ എൻ്റെ പറയുന്ന പോലെ ആനിമേഷന്റെ ഒരു പിന്നെ IDC എൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് ഒന്ന് കാണിക്കും. എന്താണ്ടാ നിന്റെ കൊട്ടേന്റെ മുകളില്? ആ, ഒരു പച്ചത്തുള്ളൻ. എന്തോ കോള് കിട്ടാൻ പോണുണ്ട്. ഒന്ന് പോകോ ചേട്ടാ. പണ്ട് ഇമാതിരി ഉരുവിലല്ലേ കൊച്ചേട്ടാ വിദേശികള് വന്നിറങ്ങിയത്? അങ്ങനെ വെറുതെ വന്നിറങ്ങല്ല,
നിറച്ച് സ്വർണവും രത്നവും വെള്ളിയും. ആ, അതൊക്കെ ഒരു കാലം. എന്നാ ഞാൻ പോട്ടെ കൊച്ചേട്ടാ, അമ്മ കാത്തിരിക്കും. എന്നാ നീ വിട്ടോ. കടലമ്മ കനിയാതെ തുറമുടിയും കാക്കപ്പൊന്ന്. ഊയ്. അമ്മേ, നല്ല കോള് കിട്ടിട്ടാ. എന്നാ കുറെ കുഞ്ഞന്മാരും ഒരു വലുതും. അമ്മേ, നല്ല വിശപ്പ്. പെട്ടെന്ന് കറി ഉണ്ടാക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്താ അമ്മേ അത്? ഹായ്, സ്വർണ്ണ നാണയം. മോനെ, എന്താ ഇത്? നീ ഇതിന്റെ പുറകെ പോകല്ലേ മോനെ. കടലമ്മ വെറുതെ കളിപ്പിക്കുന്നതാ. കിട്ടിയത് കിട്ടി. നിന്റെ അച്ഛനെ പോലെ നീയും. ഒന്ന് പോടന്ന്. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോ തുടങ്ങും അച്ഛൻ ചത്ത കഥ. മോനെ, അങ്ങനെ വെറുതെ വന്നിറങ്ങല്ല. നിറച്ച് സ്വർണവും രത്നവും വെള്ളിയും. ആ, അതൊക്കെ ഒരു കാലം. നല്ല കോള് കിട്ടിയിട്ടും ഇവനെന്താ ഒരു ഉഷാറില്ലാത്ത? ഇനിയിപ്പം മഴക്കാലായി, കടലിൽ പോകൊക്കെ കണക്കായിരിക്കും. മോനെ, മോനെ. മോനെ, എടാ മോനെ, അങ്ങനെ ഒരു നിധിയൊന്നും കടലിലില്ല. ഉണ്ട് കൊച്ചേട്ടാ. ഹേ, ചാകര വന്നേ.
പൊന്നാണി മാനം നിറയെ പൊന്നാണി കടലമ്മ കനിഞ്ഞാൽ ഇന്ന് വല നിറയെ പൊന്നാണി 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 മാനം നിറയെ പൊന്നാണി കടലമ്മ കനിഞ്ഞാൽ ഇന്ന് വല നിറയെ പൊന്നാണി കടലമ്മ കനിഞ്ഞിട്ടാണേ മനം നിറയും പൊന്നാണ് കടലമ്മ കനിയാതെ തുറമുടിയും കാക്കപ്പൊന്ന്. ഓക്കെ, അപ്പം അതിന്റെ IDCയിലെ പ്രൊജക്റ്റ് ആയിരുന്നു. വർക്ക്സ് ആനിമേഷൻ പ്രൊജക്ട്സുകളുണ്ട്. ഒരു വർക്ക് ചെയ്ത് വേറെ ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് kids in the city, sweet kids in the city are laughing in the rain, are laughing in the rain. Hey woman, start smiling. Hey woman, start smiling. And her ex is no longer cool, could be in fortune's fool. With a world, baby, nothing's changed in any way. Legs on the seashore, turtle legs on the seashore, cracking up as they hatch, as a fox is keeping watch. ഓക്കെ, അപ്പൊ ഞാൻ അത്രയും ഈ ഒരു സെക്ഷനാണ് ഞാൻ ചെയ്തത്. ആ ഒരു എൻ്റെ കുട്ടി വന്ന് വീഴുന്ന മുതൽ ഈ ഒരു സ്റ്റൈൽ. അപ്പൊ ഞങ്ങളൊരു 3 പേര് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നു ഒരു 3 വർഷത്തോളം. കൊറോണയുടെ സമയത്ത് ഞാൻ ഓൺലൈനായിട്ടാണ് ഹൈദരാബാദ് ബേസ് ആയിട്ടുള്ള വാല്യൂ ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവരുടെ ഭാഗമായിട്ട് ചെയ്തു. വീണ്ടും കമ്പനിയിൽ ചെയ്ത പലതും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെനിക്ക് കിട്ടിയ കുറച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് കുറച്ച് സെക്കൻഡ് മാത്രമുള്ള ഒരു ആനിമേഷൻ.
തൽക്കാലം അത്രയാണ് വിചാരിച്ചത്. ബാക്കി കുറെ വർക്കുകളുണ്ട്. അത് നമ്മുടെ സമയപരിമിതി മൂലം എല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഇന്ററാക്ഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ റോണി? തീർച്ചയായും. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ വർക്ക്സിനെ കുറിച്ചോ ഈ വർക്ക് ഫ്ലോനെ കുറിച്ചോ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതൊരു ബാലൻസിങ്, നമ്മുടെ ഹോബി തന്നെ പ്രൊഫഷൻ ആവുന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. ഓരോ കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊജക്ടിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ശൈലികളും എല്ലാം തന്നെ മാറ്റി ചെയ്യേണ്ടി വരും. പ്രസന്റ്ലി ഇപ്പൊ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ഫെസ്റ്റിവലിനൊക്കെ അയക്കാനുള്ളത് കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അനിമേഷനും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും ഇല്ലസ്ട്രേഷൻ വർക്ക്. സിനിമയാണോ അത്? അനിമേഷൻ, ചെറിയ ആനിമേഷൻ 2 മിനിറ്റ് ഒക്കെ. ഓക്കെ. താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് ടൈം. വളരെ രസമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് ദ സെഷൻ. താങ്ക് യു. സീ യു അഗെയിൻ.